വഫ്ഫഖ് യോജിപ്പിക്കുക. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് എടുത്തിട്ട് ഓരോ ചോദ്യത്തിനും ആൻസറായിട്ട് യോജിപ്പിക്കുക. ഒന്ന്, മിൻ അഹ്മിൽ ഉമൂരി ദീനിയ അൻ നസീഹ. നസീഹ എന്ന് പറഞ്ഞാൽ സതുപദേശം, നന്മ പറഞ്ഞു കൊടുക്കൽ, അങ്ങനെയൊക്കെ അർത്ഥം വരും. ഓക്കെ. രണ്ട്, യതഹഖഖു മിൻ അഫ്റാദിൽ ഇൻസാൻ അൽ ഉസ്റ. ഉസ്റ എന്ന് പറഞ്ഞാൽ കുടുംബം. മൂന്ന്, അവ്വലു മാ യുഫ്ഖദു മിന ദീൻ അമാന. നാല്, ഉദിലത് ബിൽ ഇഷ്റാക്കി ബില്ലാഹ് ഷഹാദത്തു സൂരി. അഞ്ച്, വിദുഖൂലിൽ ജന്ന വലിഖാഇല്ലാഹി തആല തമാമു നിഅമ. തമാമു നിഅമ എന്ന് പറഞ്ഞാൽ നിഅമത്തിൻ്റെ ഫുൾനെസ്, ദ പെർഫെക്റ്റ് എന്ന് പറയുക, ഏറ്റവും പൂർണ്ണമായ തരത്തിലുള്ള നിഅമത്ത്. നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടുള്ള നിഅമത്തല്ല. ആ അനുഗ്രഹങ്ങളുടെയൊക്കെ ഈ ദുനിയാവിലെ, ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അനുഗ്രഹം, നിഅമത്ത്, അതിൻ്റെ പൂർത്തീകരണം, അത് ബിദുഖൂലിൽ ജന്ന വലിഖാഇല്ലാഹി തആല, സ്വർഗത്തിൽ കടക്കലും അള്ളാഹുവിനെ കാണലുമാണ്. അള്ളാഹുവിനെ ലിഖാ ചെയ്യാം. ലിഖാ എന്ന് പറഞ്ഞാൽ കാണാം. ഓക്കെ. 6, അക്ബറു മിന ശംസി ബി ആലാഫി മറാത്ത് ബഅദൻ നജൂം. മയ്യിസ് വേർതിരിക്കുക. ഓപ്ഷനുകൾ താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് പറ്റിയ രീതിയിൽ വേർതിരിച്ച് എഴുതണം. ഒന്ന്, അഷറാത്തു സാഅത്തി സൂറ, ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങൾ. രണ്ട്, അലാമത്തുൽ ഖിയാമത്തുൽ കുബ്ര, ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങൾ. രണ്ട് തരത്തിൽ ഓപ്ഷൻസിൽ ഉണ്ട്, അത് യോജിച്ചത് എടുത്തെഴുതുക. അപ്പോൾ ഒന്ന്, അഷ്റാത്തു സാഅത്തി സൂറ, ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങൾ. ഒന്ന്, അൻയുറഫ അൽ ഇൽമു, അറിവ്, വിജ്ഞാനം ഉയർത്തപ്പെടുക. ളുഹൂറുൽ അസ്വാത്തി ഫിൽ മസാജിദ്, പള്ളികളിൽ ശബ്ദം ഉയരുക. അൻ യക്സുറൻ സിന അധികരിക്കുക. രണ്ടാമത്തത് അലാമത്തുൽ ഖിയാമത്തുൽ കുബ്ര, ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങൾ. ഒന്ന്, ഖുറൂജു ദാബകൾ പുറപ്പെടുക. ളുഹൂറുൽ മഹദി ഇമാം റഹ്മഹുല്ലാഹ്, മഹദി ഇമാം വരിക. അദ്ദുഖാൻ, ഒരു തരത്തിലുള്ള പുക വരിക. ഉക്തുബ് ജവാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹാദിഹിൽ അസ്ഇല. ഈ ചോദ്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്തായിരുന്നു എന്ന് എഴുതുക. ചോദ്യം 1, അഖ്ബർനി അനിസാഅ, അവസാന നാളിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മൽ മസ്ഊലു അൻഹാ ബിഅലം മിനസ്സായിലി, ഇക്കാര്യത്തിൽ ചോദിച്ചവനേക്കാൾ കൂടുതൽ അറിവ് ചോദിക്കപ്പെട്ടവനില്ല. ഇക്കാര്യത്തിൽ ചോദിച്ചവനേക്കാൾ കൂടുതൽ അറിവ് ചോദിക്കപ്പെട്ടവനില്ല. 2, അയ്യുൽ കസ്ബി അത്വയബ്, ഏറ്റവും നല്ല തൊഴിൽ ഏതാകുന്നു. അമലു റജുലി ബിയദിഹി വകുല്ലു ബൈഇൻ മബ്റൂറിൻ, തൻ്റെ കൈകൊണ്ട് അധ്വാനിക്കുന്നതും എല്ലാ നന്മയുള്ള കച്ചവടവും, നല്ലതായിട്ടുള്ള എല്ലാ കച്ചവടവും, ഇവ രണ്ടുമാണ് ഏറ്റവും നല്ല തൊഴിൽ. ചോദ്യം 3, കൈഫ ഇളാഅതുഹ അൽ അമാന, അമാനത്ത് എങ്ങനെയാണ് നഷ്ടപ്പെടുത്തുന്നത്. ഇദാ വസിദൽ അംറു ഇലാ ഗൈരി അഹ്ലി ഫന്തലിർ സാഅ, ഒരു കാര്യം അതിൻ്റേതല്ലാത്ത ആളുകളിലേക്ക് എപ്പോഴാണോ ഏൽപ്പിക്കപ്പെടുന്നത്, അപ്പോൾ നീ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നാണ് ഇതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അജിബ്, ഉത്തരം നൽകുക. 1, അദ്ദീനു നസീഹ, ദീന് നസീഹയാണ്. ലിമൻ, ആർക്ക്. ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തി മുസ്ലിമീൻ വ ആമത്തിഹി. രണ്ടാമത്തെ ചോദ്യം, ആഖിറുൽ ആയാത്തിൽ കുബ്ര ലിൽ ഖിയാമ മാഹുവ, ഖിയാമത്ത് നാളിൻ്റെ അവസാനത്തെ അടയാളം എന്താണ്.
അന്നാറുല്ലത്തി തഹ്ശുറുന്നാസ ഇലൽ മഹ്ശർ, ജനങ്ങളെയൊക്കെ മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന തരത്തിലുള്ള തീയാണ് അതിന് അവസാനത്തെ അടയാളം. 3. മാതാ റജ്ജഹൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഫി യജൂജ് വ മഅജൂജ്, യജൂജിന് മഅജൂജിന് കാര്യത്തിൽ എന്താണ് അവർ അഭിപ്രായപ്പെട്ടത്? ഉത്തരം, അന്നഹും ഖബീലത്താനി മിൻ വുൽദി യാഫിസ് ബിൻ നൂഹ്, നൂഹിന്റെ മകൻ യാഫിസിന്റെ മക്കളിൽപ്പെട്ട 2 ഖബീലയാണ് അവർ. 4. മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റജുലിൻ വഹുവ യഇദു അഖാഹു ഫീൽ ഹയാ ഫമാദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅഹു ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുകയാണ്. ഒരാളുടെ അരികിലൂടെ ഞാൻ നടന്നു പോകുന്ന സമയത്ത് അയാൾ തൻ്റെ സഹോദരൻ്റെ ലജ്ജയുടെ കാര്യത്തിൽ ഇങ്ങനെ ഉപദേശിക്കുന്നത് കണ്ടു. അപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നബി പറഞ്ഞു, അവന് വിട്ടേക്ക് ഫൈനൽ ഹയാ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽ പെട്ടതാണ്. 5. മാദാ ഫഅല ഉമർ റളിയല്ലാഹു അൻഹു ബിശാഹിദി സൂരി ഉതിയ എന്താ ഫജറദഹു വഅൗഖഫഹു ലിന്നാസി യൗമൻ വഖാല ഹാദാ ഫുലാൻ ഇബ്നു ഫുലാൻ ഫഅരിഫൂഹു സുമ്മ ഹബസ. ഉക്തുബ് ഇസ്നൈൻ. 1. മാ ബായ അലൈഹി ജരീർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് കരാർ ചെയ്ത കാര്യം. ജരീർ റളിയല്ലാഹു അൻഹു നബിയുമായിട്ട് കരാർ ചെയ്തത് എന്താ? അല ഇഖാമി സ്വലാത്തി വ ഈതാഇ സകാത്തി വ നുസ്ഹി ലികുല്ലി മുസ്ലിം. ഈ 3 കാര്യങ്ങളാണ്. 2. അൽ ഖുസൂഫത്തു സലാസ മിൻ അലാമാത്തിൽ ഖിയാമ, ഖസ്ഫു ബിൽ മശ്രിഖ്, ഖസ്ഫുൻ ബിൽ മഗ്രിബ്. ഉക്തുബ് ഇസ്നൈൻ, 2 എഴുതുക. 3. മഫാത്തിഹുൽ ഗൈബിൽ ഖംസ്, ഇൽമു സ്സാഅ വയുനസ്സിലു ഗൈസ വയഅലമു മാ ഫിൽ റഹാബ്. 4. അർബഉ യതഅവ്വദു ബില്ലാഹി മിൻഹാ ബഅദ തശഹുദിൽ അഖീർ, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം അള്ളാഹുവിനോട് കാവൽ തേടുന്ന 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതിൽ 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 3 എഴുതിയിട്ടുണ്ട്. അദാബു ജഹന്നം, അദാബുൽ ഖബർ. അദാബു ജഹന്നം എന്ന് പറഞ്ഞാൽ നരക ശിക്ഷയിൽ നിന്ന് കാക്കൽ. അദാബുൽ ഖബർ, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള കാവൽ തേടൽ. ഫിത്നത്തുൽ മഹിയ വൽ മമാത്ത്, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഫിത്നകളിൽ നിന്ന് കാവൽ ചോദിക്കും. ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണ്. ഇതിൽ 2 നമ്മൾ എഴുതേണ്ടത് കേട്ടോ. തമീമുൽ അഹാദീസ്. 1. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅ്ളുഹു ബഅ്ള. 2. അദ്ദിൽ അമാനത ഇല മൻ ഇഅ്തമനക വലാ തഖ്നു മൻ അഖാനക. 3. മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ ഫഹുവ ഫീ സബീലില്ലാഹ്. തർജിം, ട്രാൻസ്ലേറ്റ് ചെയ്യുക. 1. യഹ്റമു ബിനു ആദം വതശിബ്ബു മിൻ ഹുസ്നതാനിൽ അൽ ഹിർസു അലൽ മാൽ വൽ ഹിർസു അലൽ ഉമർ. മനുഷ്യൻ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവനിൽ 2 കാര്യങ്ങൾ യുവത്വത്തിലായിരിക്കും. അതായത് അവൻ്റെ മനസ്സിൽ യുവത്വത്തിൻ്റെ ഉശിരോടെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങൾ. 1. സമ്പത്തിനോടുള്ള ആർത്തി, വയസ്സിനോടുള്ള ആർത്തി. സമ്പത്തിനോടും വയസ്സിനോടുമുള്ള 2 കാര്യങ്ങളാണ്, ആർത്തികളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 1. സെഹ്ർ, ഉറക്കമൊഴിക്കുക. 2. ഇൻഷിഖാഖ്, പിളരുക. 3. നഫ്ഖുൻ, ഊതുക. 4. മുസ്കിർ, ലഹരി.